തേർഡ് സെമസ്റ്റർ BSc ഡിഗ്രി എക്സാമിനേഷൻ നവംബർ 2022 കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറായിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സാമ്പിളിംഗ് തിയറിയിലെ പാർട്ട് സി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റേറ്റ് എനി 4 പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതെന്താ ചെയ്യുന്നത് നോക്കാം. Let x be a continuous random variable assuming values in the range minus infinity and plus infinity, and if probability density function of x is given by f of x is equal to 1 by sigma root of 2 pi e raised to minus x minus mu the whole square by 2 sigma square, minus infinity less than x less than infinity, അതേപോലെ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ മ്യൂ ലെസ് ദാൻ ഇൻഫിനിറ്റി ആൻഡ് സിഗ്മ ഈസ് ഗ്രേറ്റർ ദാൻ 0. ദെൻ എക്സ് ഇസ് സെറ്റ് ടു ഫോളോ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് മ്യൂ ആൻഡ് സിഗ്മ, ആൻഡ് വി റൈറ്റ് എക്സ് ഫോളോസ് എൻ മ്യൂ സിഗ്മ, അല്ലെങ്കിൽ നമ്മൾ എൻ മ്യൂ സിഗ്മ സ്ക്വയർ എന്നും എഴുതും. ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ 4 പ്രോപ്പർട്ടീസ് നമുക്കിവിടെ നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. The range of normal distribution is from minus infinity to plus infinity. The curve of normal distribution is a bell-shaped curve. Third property, normal distribution is symmetric about x is equal to mu. And the fourth one is the mean of normal distribution is mu and variance is sigma square. ഇതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇഫ് എക്സ് ഇസ് ദ റാൻഡം വേരിയബിൾ ഫോളോയിങ് എൻ മ്യൂ സിഗ്മ സ്ക്വയർ ഒബ്റ്റെയിൻ ദ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെ ക്വാർട്ടൈൽ ഡീവിയേഷനാണ്. അപ്പോൾ നമ്മളിവിടെ ക്വാർട്ടൈൽ ഡീവിയേഷനാണ് കാണുന്നത്. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനുള്ള ഫോർമുല എന്താണ്? ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. ഇതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനുള്ള ഫോർമുല. അപ്പോൾ ഇവിടെ നമുക്ക് Q1ഉം Q1 ഇസ് ദ ഫസ്റ്റ് ക്വാർട്ടൈൽ ആൻഡ് Q3 ഇസ് ദ തേർഡ് ക്വാർട്ടൈൽ. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമ്മൾ ആദ്യം Q1ഉം Q3ഉം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വാട്ട് ഈസ് Q1? Q1 ഇസ് ദ ഫസ്റ്റ് ക്വാർട്ടൈൽ അല്ലേ. അപ്പോൾ Q1നെക്കാട്ടും കുറവായിട്ട് നമ്മളെ ഡാറ്റയിൽ 25% ഓഫ് ദി ഒബ്സർവേഷൻ ഉണ്ട്. അതായത് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ 25% ഒബ്സർവേഷൻ വിൽ ബി ലെസ് ദാൻ Q1 ആയിട്ട് 25% ഒബ്സർവേഷൻ ഉണ്ടാവും. അപ്പോൾ ആ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ Q1 കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q1. എക്സിൻ്റെ വാല്യൂ ഇഫ് എക്സ് ഇസ് എ നോർമൽ റാൻഡം വേരിയബിൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q1 ഇസ് 25%. ദറ്റ് ഈസ് 25 by 100, ദറ്റ് ഈസ് 0.25 എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് നമ്മളെ കയ്യിലുള്ള എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഒരു നോർമൽ റാൻഡം വേരിയബിളാണ്. അതായത് നമുക്കറിയാം എക്സ് ഫോളോസ് എൻ മ്യൂ സിഗ്മ. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിൾ എഴുതുകയാണ്. അതായത് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. ദിസ് വിൽ ഫോളോ എ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രോബബിലിറ്റി കിട്ടിയിട്ടുണ്ട്. നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് എക്സ് എന്ന് പറയുന്ന നോർമൽ റാൻഡം വേരിയബിളിലുള്ള പ്രോബബിലിറ്റിയാണ്. നമ്മളതിനെ സ്റ്റാൻഡേർഡ് നോർമലിലേക്ക് മാറ്റി എഴുതുകയാണ്. അതായത് എക്സിനെ സ്റ്റാൻഡേർഡ് നോർമലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് എക്സ് എന്ന് മ്യൂ മൈനസ് ചെയ്യുന്നു, സിഗ്മ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഇവിടെ എക്സിന് ചെയ്ത എല്ലാ കാര്യങ്ങളും അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള Q1നും ചെയ്യുകയാണ്. അപ്പോൾ Q1 ഞാൻ മ്യൂ മൈനസ് ചെയ്യുന്നു, സിഗ്മ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25 എന്ന് കിട്ടി അല്ലേ. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q1 മൈനസ് മ്യൂ ബൈ സിഗ്മ ഇസ് ഈക്വൽ ടു 0.25 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ വാട്ട് ഈസ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ? ദറ്റ് ഈസ് അവർ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ സെഡ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q1 മൈനസ് മ്യൂ ബൈ സിഗ്മ. അതിനെ നമ്മൾ Z1 എന്ന് നമുക്ക് വിളിക്കാം. ദറ്റ് ഈസ് ഈക്വൽ ടു 0.25 എന്ന് നമുക്ക് പറയാം. വേർ വാട്ട് ഈസ് Z1? ഹിയർ Z1 ഇസ് ഈക്വൽ ടു Q1 മൈനസ് മ്യൂ ബൈ സിഗ്മ. ഇനി നമുക്ക് Z1ൻ്റെ
സൈൻ എന്താണെന്ന് നോക്കാം, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ Z1 എന്ന് പറയുന്നത് Z1നെക്കാട്ടും കുറവായിട്ട് എത്ര ഒബ്സർവേഷൻസേ ഉള്ളൂ? 25% ഒബ്സർവേഷൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ Z1 എന്തായിരിക്കും? Z1 ഇസ് നെഗറ്റീവ്. Z1 എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് സൈൻ ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ കേർവിലൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റാൻഡേർഡ് നോർമൽ കേർവ്. ഇറ്റ് ഇസ് സിമെട്രിക് അബൌട്ട് Z ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെഡിൻ്റെ വാല്യൂ Z1നെക്കാട്ടും കുറവാവാനുള്ള പ്രോബബിലിറ്റി 0.25 ആണ്. ദാറ്റ് മീൻസ് Z ലെസ് ദാൻ Z1 എന്ന് പറഞ്ഞാൽ സെഡിൻ്റെ വാല്യൂ Z1നെക്കാട്ടും കുറവായിട്ട് ആകെ എത്ര ഒബ്സർവേഷൻസാണ് നമുക്ക് ഉണ്ടാവുക? 25% ഒബ്സർവേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ Z1 എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ വരാനേ സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കിവിടെ Z1 മാർക്ക് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്യാണ്. ഇവിടെയാണ് ഞാൻ Z1 മാർക്ക് ചെയ്യുന്നത്. നമുക്ക് Z1നെക്കാട്ടും കുറവായിട്ടുള്ള ഏരിയ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് ഈ ഏരിയ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുക? ഇവിടെ Z1 ഉണ്ട്. Z1 നമ്മളിവിടെയാണ് മാർക്ക് ചെയ്തത്. നമുക്ക് വേണ്ട ഏരിയ ദാറ്റ് ഈസ് സെഡിൻ്റെ വാല്യൂ Z1നെക്കാട്ടും കുറയാനുള്ള പ്രോബബിലിറ്റി 0.25 ആണ് എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ആണ്. അപ്പോൾ ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ Z1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ടേബിൾ നോക്കിയിട്ട് Z1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ടേബിളിൽ നോക്കുമ്പോൾ എപ്പോഴും നമുക്ക് കിട്ടാൻ പോകുന്നത് 0 മുതൽ Z1 വരെയുള്ള ഈ ഏരിയ ആണ് ടേബിളിൽ നമുക്ക് കിട്ടും അല്ലേ. പക്ഷെ നമുക്ക് ആവശ്യം ഏതാണ്? -∞ ടു Z1, അതായത് Z ലെസ് ദാൻ Z1 എന്ന് പറയുന്ന ഏരിയ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഈ ഹാഫ് ദ ഏരിയ -∞ മുതൽ 0 വരെയുള്ള ഈ ഹാഫ് ദ ഏരിയ നമുക്കറിയാം 0.5 ആയിരിക്കും. അതിന്ന് നമ്മൾ ടേബിളിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ Z1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഈ ഏരിയ മൈനസ് ചെയ്ത് കളയാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഏരിയനെ -∞ ടു Z1, അതായത് അല്ലെങ്കിൽ Z ലെസ് ദാൻ Z1 എന്ന് പറയുന്ന ആ ഏരിയനെ ഞാൻ എങ്ങനെ എഴുതാൻ പോകുന്നത്? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് പകുതി ഏരിയ. അതായത് -∞ ടു 0 വരെയുള്ള ഏരിയനെ നമ്മൾ എങ്ങനെ എഴുതുക? -∞ ലെസ് ദാൻ Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം അല്ലേ. ആ പകുതി ഏരിയ എന്ന് ഞാൻ ഏത് ഏരിയയാണ് മൈനസ് ചെയ്ത് കളയാൻ പോകുന്നത്? ഇതാണ് വേണ്ടത്. അതുകൊണ്ട് Z1 മുതൽ 0 വരെയുള്ള ഏരിയനെ മൈനസ് ചെയ്ത് കളയാണ്. ആ ഏരിയനെ നമ്മൾ എങ്ങനെ എഴുതുക? പ്രോബബിലിറ്റി ഓഫ് Z1 പ്രോബബിലിറ്റി ഓഫ് Z1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് ഈ ഗ്രീൻ കളർ ഷെയ്ഡിങ് കൊടുത്ത ഏരിയനെ മൈനസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 0.25 എന്ന് പറയുന്ന പ്രോബബിലിറ്റി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് എഴുതിയ പ്രോബബിലിറ്റി, അതായത് -∞ മുതൽ 0 വരെ എന്നെഴുതിയ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ആണ് അല്ലേ. ആ ഏരിയ നമുക്കറിയാം ദാറ്റ് ഈസ് 0.5. അപ്പോൾ നമ്മളിവിടെ എഴുതുന്നു 0.5 മൈനസ് പ്രോബബിലിറ്റി ഓഫ് Z1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25. or we can write this as probability of Z1 less than or equal to Z less than or equal to 0. ഇതിനെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 മൈനസ് 0.25, or this probability is equal to 0.25. അപ്പോൾ ഇങ്ങനെ ഈ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുവച്ചു. അതായത് ഈ പ്രോബബിലിറ്റി നമുക്കറിയാം. ഇനി നമുക്കതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Z1ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് പ്രോബബിലിറ്റി 0.25 വരുന്ന നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസിൽ വരുന്ന ഏത് Z വാല്യൂ ആണ് വരുന്നത് എന്നാണ് ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസ് നോക്കുകയാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസിൽ ഇവിടെ നമുക്ക് തിരയേണ്ടത് പ്രോബബിലിറ്റിയുടെ വാല്യൂ 0.25 വരുന്ന പ്രോബബിലിറ്റി എവിടെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അത് 0.2517 എന്ന് കാണുന്നുണ്ട്. ഇവിടെ 0.2486
അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഈ രണ്ട് വാല്യൂസിൻ്റെ ഇതിൽ രണ്ടിൻ്റെ ഏകദേശം മിഡിലായിട്ട് വരും 0.25 എന്നുള്ള വാല്യൂ അല്ലേ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് വാല്യൂ ആണ് വന്നത് നോക്കാം. ഇവിടെ 0.6-ൽ 0.07-ൻ്റെയും 0.08-ൻ്റെ ഇടയിലായിട്ടായിരിക്കും നമുക്ക് 0.25 എന്ന് പറയുന്ന പ്രോബബിലിറ്റി വരുന്നത്. അതായത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0.67-ൻ്റെയും 68-ൻ്റെയും ഇടയിലാണ്. ദാറ്റ് ഈസ് 0.675 എന്ന് നമുക്ക് സെഡിനെ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് Z1-ൻ്റെ സ്ഥാനത്ത് എന്തെഴുതാം? നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടിയ 0.675 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ എഴുതുന്നു ഫ്രം ടേബിൾസ് Z1 is equal to 0.675 എന്ന് നമ്മൾ എഴുതി. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് Z1 നെഗറ്റീവ് ആയിരിക്കും, അതായത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. സോ Z1 ഇസ് നെഗറ്റീവ്. അപ്പോൾ നമുക്ക് കിട്ടി Z1-ൻ്റെ വാല്യൂ എന്താണ്? -0.675 എന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ആരെയായിരുന്നു Z1 ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ Q1 മൈനസ് മ്യൂ ബൈ സിഗ്മേനെയാണ് Z1 എന്നെടുത്തത്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് Q1 മൈനസ് മ്യൂ ബൈ സിഗ്മ ഇസ് ഈക്വൽ ടു -0.675 എന്ന് നമ്മൾ എഴുതാം. ഓർ വാട്ട് ഈസ് Q1 അല്ലേ? Q1 ഇസ് ഈക്വൽ ടു മ്യൂ മൈനസ് 0.675 സിഗ്മ. നമ്മൾ ആദ്യം സിഗ്മേനെ ഇങ്ങോട്ട് കൊണ്ടുപോയി, അപ്പോൾ -0.675 സിഗ്മ കിട്ടി. പിന്നെ മ്യൂവിനെ അങ്ങോട്ട് കൊണ്ടുപോയി, അങ്ങനെയാണ് മ്യൂ മൈനസ് 0.675 സിഗ്മ എന്ന് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് 1 എന്ന് കൊടുക്കാം. അതായത് നമുക്ക് Q1-നുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതേപോലെ നമുക്ക് Q3-ക്കുള്ള ഒരു എക്സ്പ്രഷൻ കൂടി വേണം. അപ്പോൾ Q3 എന്ന് പറഞ്ഞാൽ എന്താണ്? Q3 is the third quartile അല്ലേ? തേർഡ് ക്വാർട്ടൈൽ Q3 എന്ന് പറഞ്ഞാൽ Q3-നെക്കാട്ടും ലെസ്സായിട്ട് അല്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q3 ആയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂഷനിൽ 75% ഓഫ് ദി ഒബ്സർവേഷൻസ് ആണ് കിടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ദാറ്റ് X ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q3 ദാറ്റ് ഈസ് ഈക്വൽ ടു 75% എന്ന് പറഞ്ഞാൽ 0.75. ഇതാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ദിസ് ഇസ് എ പ്രോബബിലിറ്റി ഇൻ എ നോർമൽ റാൻഡം വേരിയബിൾ. അപ്പോൾ നമ്മൾ ഉടനെ ഇതിനെ സ്റ്റാൻഡേർഡ് നോർമലാക്കിയിട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതുന്നു? പ്രോബബിലിറ്റി ദാറ്റ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്നിവിടെ കൊടുക്കുന്നു. അതേപോലെ തന്നെ Q3 എന്നും മൈനസ് മ്യൂ ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ സിഗ്മ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.75 എന്നാണ് നമുക്ക് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ വാട്ട് ഈസ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഈസ് അവർ സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിൾ സെറ്റ്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമുക്ക് Q3 മൈനസ് മ്യൂ ബൈ സിഗ്മേന് നമുക്ക് എന്തെഴുതാം? Z2 എന്നെഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.75 എന്നെഴുതി. വേർ വാട്ട് ഈസ് Z2? Z2 ഈസ് ഈക്വൽ ടു, നമ്മൾ ഏതിനെ Z2 എന്നെടുത്തിരിക്കുന്നത് നമുക്ക് ഉപയോഗിക്കാനുള്ള എളുപ്പത്തിനാണ് അങ്ങനെ എടുക്കുന്നത്. Q3 മൈനസ് മ്യൂ ബൈ സിഗ്മേനെയാണ് ഞാൻ Z2 എന്നെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് Z2 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ്. അപ്പോൾ സെഡിൻ്റെ വാല്യൂ Z2-നെക്കാട്ടും കുറവാവാനുള്ള പ്രോബബിലിറ്റി 0.75 എന്ന് പറഞ്ഞാൽ Z2-നെക്കാട്ടും കുറവായിട്ട് 75% ഓഫ് ദ ഏരിയ ഉണ്ട്. 75% ഓഫ് ദി ഏരിയ കുറവായിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ Z2 നിർബന്ധമായിട്ടും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ Z2 ഈസ് പോസിറ്റീവ് സൈഡിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിന് നമുക്കൊരു നോർമൽ കേർവിൽ ഇതിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് നോർമൽ കേർവ്. Z2 പോസിറ്റീവ് ആണ്, കാരണം Z2-നെക്കാട്ടും കുറവായിട്ട് 75% ഒബ്സർവേഷൻ വരുന്നു. അപ്പോൾ നമ്മൾ Z2-നെ പോസിറ്റീവ് സൈഡിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ ഈ ഏരിയ അല്ലേ. പ്രോബബിലിറ്റി ഓഫ് Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു Z2 എന്ന് പറയുന്ന ഏരിയ, ഈ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ
ടേബിൾസിൽ നോക്കുമ്പോൾ നമുക്ക് 0 to Z2 വരെയുള്ള ഈ ഏരിയ മാത്രമാണ് നമുക്ക് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഹാഫ് ദ ഏരിയ -∞ to 0 എന്ന് പറയുന്ന ഈ ഏരിയനെ കൂടി നമ്മൾ ആഡ് ചെയ്താലാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഏരിയ കിട്ടുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രോബബിലിറ്റീനെ നമുക്ക് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രോബബിലിറ്റി ഇതായിരുന്നു. പ്രോബബിലിറ്റി ഓഫ് Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു Z2, ദറ്റ് ഈസ് ഈക്വൽ ടു 0.75 എന്ന് പറഞ്ഞ ഈ പ്രോബബിലിറ്റീനെ, സെഡിൻ്റെ വാല്യൂ Z2നെക്കാട്ടും കുറവാവുക എന്ന് പറഞ്ഞ പ്രോബബിലിറ്റീനെ നമുക്കിത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതാൻ പറ്റും അല്ലേ. അത് -∞ to 0 വരെയുള്ള പ്രോബബിലിറ്റി പ്ലസ് 0 to Z2 വരെയുള്ള പ്രോബബിലിറ്റി എന്ന് എഴുതും. ഞാനതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുകയാണ്. ദറ്റ് ഈസ് ഈക്വൽ ടു -∞ to 0 വരെയുള്ള ഏരിയ, അതേതിന് തുല്യമാണ് പ്രോബബിലിറ്റി ദാറ്റ് -∞ ലെസ് ദാൻ Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഹാഫ് ദ ഏരിയ പ്ലസ് അതിൻ്റെ കൂടെ ഞാൻ 0 മുതൽ Z2 വരെയുള്ള ഏരിയ ആഡ് ചെയ്യണം. അപ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു Z2 അത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 0.75 എന്ന് പറയുന്ന ഏരിയ കിട്ടുന്നത്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പം -∞ to 0 എന്ന് പറയുന്നത് ഹാഫ് ദ ഏരിയ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5. അപ്പം 0.5 പ്ലസ് പ്രോബബിലിറ്റി ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു Z2 ഇസ് ഈക്വൽ ടു 0.75 എന്നാണ് വരുന്നത്. ഓർ probability that 0 less than or equal to Z less than or equal to Z2, that is equal to 0.75 minus 0.5 എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25. അപ്പോൾ ഇവിടെയും നേരത്തെ പോലെ തന്നെയുള്ള വാല്യൂ ആണ് വന്നിരിക്കുന്നത്. സെഡിൻ്റെ വാല്യൂ 0ൻ്റെയും Z2ൻ്റെയും ഇടയിലെടുക്കാനുള്ള പ്രോബബിലിറ്റി 0.25 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ടേബിളിൽ നോക്കുമ്പോൾ 0.25ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നേരത്തെ കണ്ടുപിടിച്ച അതേ Z2ൻ്റെ വാല്യൂ തന്നെയാണ്, നമുക്ക് സെഡ് വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. ദറ്റ് ഈസ് 0.675. ഇത് പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് പ്ലസ് 0.675 ആണ് കിട്ടുന്നത്. അപ്പോൾ Z2 ഈസ് പ്ലസ് 0.675. വാട്ട് ഈസ് ആക്ച്വലി Z2? Z2 എന്ന് പറഞ്ഞാൽ Q3 മൈനസ് മ്യൂ ബൈ സിഗ്മയായിരുന്നു. ദറ്റ് ഈസ് ഈക്വൽ ടു 0. പ്ലസ് 0.675 എന്ന് നമുക്ക് പറയാം. ഓർ Q3 മൈനസ് മ്യൂ ഇസ് ഈക്വൽ ടു പ്ലസ് 0.675 സിഗ്മ. ഓർ വാട്ട് ഇസ് Q3? Q3 is equal to mu plus 0.675 സിഗ്മ. ഇതിന് നമുക്ക് ഈ ഇക്വേഷന് നമുക്ക് 2 എന്ന് കൊടുക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് രണ്ട് ഇക്വേഷനുകളാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് Q1നെ കുറിച്ചിട്ടാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. Q1 is equal to mu minus 0.675 സിഗ്മയായിരുന്നു. ആൻഡ് ഇപ്പോൾ കിട്ടിയ Q3, വാട്ട് ഈസ് Q3? Q3 is equal to mu plus 0.675 സിഗ്മ. ഇങ്ങനെയാണ് 1ഉം 2 എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ക്വാർട്ടൈൽ ഡീവിയേഷനാണ്. അപ്പോൾ വാട്ട് ഈസ് ക്വാർട്ടൈൽ ഡീവിയേഷൻ? നമ്മൾ പറഞ്ഞതാണ്. ദറ്റ് ഈസ് Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. ദിസ് ഈസ് അവർ ക്വാർട്ടൈൽ ഡീവിയേഷൻ വിച്ച് ഇസ് ഈക്വൽ ടു μ3ക്കുള്ള എക്സ്പ്രഷൻ ഉണ്ട്, Q3ക്കുള്ള എക്സ്പ്രഷൻ ഉണ്ട്. ദറ്റ് ഈസ് മ്യൂ പ്ലസ് 0.675 സിഗ്മ മൈനസ് Q1. മ്യൂ മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ ഇവിടെയും എന്ത് വരും? പ്ലസ് 0.675 സിഗ്മ ഹോൾ ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പം നമുക്കൊരു മ്യൂവും ഒരു മൈനസ് മ്യൂവും ക്യാൻസലായിപ്പോയി. പിന്നെ ഇവിടെ 0.675 സിഗ്മ പ്ലസ് 0.675 സിഗ്മ എന്നാണ് വരുന്നത്. അതായത് 2 ടൈംസ് 0.675 സിഗ്മ എന്ന് വന്നു ഡിവൈഡഡ് ബൈ 2. ഓർ ദിസ് ഇസ് ഈക്വൽ ടു 0.675 സിഗ്മ വരും. അതായത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 0.675 സിഗ്മ
or that is approximately equal to, ഇത് നമുക്കൊരു ഫ്രാക്ഷൻ്റെ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ ആക്ച്വലി ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 2/3 ടൈംസ് സിഗ്മ. അതായത് നമുക്ക് കിട്ടിയത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഓഫ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു 2/3 ടൈംസ് ഇറ്റ്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. Next question, derive the MGF mean and variance of a random variable x following chi-square distribution with n degrees of freedom. And second പാർട്ടിൽ പറയുന്നത് state and prove the additive property of chi-square distribution. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഒരു chi-square distributionൻ്റെ MGF കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ റാൻഡം വേരിയബിളിനെ നമ്മളിവിടെ chi-square എന്ന് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ PDF ആണ് ഞാൻ ആദ്യം എഴുതുന്നത്. അപ്പോൾ PDF f ഓഫ് chi-square that is equal to half raised to n/2 by gamma n/2 chi-square raised to n/2 minus 1 e raised to minus chi-square by 2. ഇതാണ് നമ്മളുടെ PDF chi-square ഡിസ്ട്രിബ്യൂഷൻ്റെ where chi-square is greater than 0. അപ്പോൾ ഇങ്ങനെയുള്ള എഫ് ഓഫ് chi-square ഉള്ള ഒരു chi-square ഡിസ്ട്രിബ്യൂഷൻ്റെ MGF ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് m chi-square of t ആണ് നമ്മൾ കാണുന്നത്. വാട്ട് ഈസ് m chi-square of t? ദറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് e raised to t chi-square. ദറ്റ് ഈസ് ഈക്വൽ ടു, ഇതൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇ റേസ് ടു ടി chi-square ഇൻറ്റു എഫ് chi-square ഡി chi-square. ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ ഓവർ chi-square ആണ്. അപ്പോൾ നമ്മളിവിടെ chi-square ആയിട്ടാണ് നമ്മൾ റാൻഡം വേരിയബിൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ എക്സ് ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതും. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ റാൻഡം വേരിയബിൾ chi-square എന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എം ഓഫ് chi-square എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ ദഫോ എം ഓഫ് m chi-square t is equal to integral chi-squareൻ്റെ റേഞ്ച്, chi-square is greater than 0, therefore the range is integral 0 to infinity. ഇനി e raised to t chi-square, f of chi-square is half raised to n/2 by gamma n/2 chi-square raised to n/2 minus 1 e raised to minus chi-square by 2 d chi-square. ഇങ്ങനെയാണ് വരുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് കോൺസ്റ്റൻറ്റുകൾ ഹാഫ് റേസ് ടു n/2 ബൈ ഗാമ n/2നെ നമുക്ക് ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് വയ്ക്കാം. അപ്പോൾ ഹാഫ് റേസ് ടു n/2 ബൈ ഗാമ n/2 ഇൻ്റഗ്രലിൻ്റെ പുറത്ത് പോയി. ബാക്കി ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് രണ്ട് ടേമുകൾ ഈടെ വരുന്നുണ്ട്. ഇ റേസ് ടു ടി chi-squareും വരുന്നുണ്ട്, ഇ റേസ് ടു മൈനസ് chi-square by 2 ഉണ്ട്. അപ്പോൾ നമുക്ക് അവർ ഒന്നിച്ചെടുക്കാം. അപ്പോൾ രണ്ടിൻ്റെയും ബേസുകൾ തുല്യമാണ്, പവറുകളെ നമുക്ക് ആഡ് ചെയ്യാം. അതായത് ഇ റേസ് ടു ടി chi-square മൈനസ് chi-square by 2 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അതും എഴുതി. ബാക്കി വരുന്നത് chi-square റേസ് ടു n/2 minus 1 d chi-square ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഹാഫ് റേസ് ടു n/2 ബൈ ഗാമ n/2 ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് chi-squareനെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് ടി chi-square മൈനസ് chi-square by 2 എന്നാണ് അല്ലേ. അതിൽ ഞാൻ ഒരു chi-squareനെ ഞാൻ പുറത്തേക്ക് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ chi-squareനെ പുറത്തേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ ഇവിടെ ടി മൈനസ് 1/2 chi-square എന്ന് വരും. ഞാനൊരു മൈനസിനെ കൂടെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ മൈനസ് ഓഫ് 1/2 മൈനസ് ടി chi-square എന്നാണ് വരിക. അല്ലെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 1 മൈനസ് 2t ബൈ 2 chi-square എന്ന് നമുക്ക് ഈ ന്യൂമറേറ്ററിനെ നമുക്ക് മാറ്റി എഴുതാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഓഫ് 1 മൈനസ് 2t
by 2 chi square. Chi square raised to n by 2 minus 1 d chi square. ഇങ്ങനെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഗാമ ഫംഗ്ഷനാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗാമ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്? അപ്പോൾ ഗാമ ഫംഗ്ഷൻ പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ എക്സിൻ്റെ കേസിൽ അതിൻ്റെ റേഞ്ച് ഇൻ്റഗ്രൽ 0 to infinity ആണ്. ഇൻ്റഗ്രൽ 0 to infinity. അപ്പോൾ എക്സ് റേസ് ടു പി മൈനസ് 1 ഇ റേസ് ടു മൈനസ് എം എക്സ് ഡി എക്സ് എന്ന രൂപത്തിൽ ഒരു ഇൻ്റഗ്രൽ വരികയാണെങ്കിൽ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് ഗാമ പി ഡിവൈഡഡ് ബൈ എം റേസ് ടു പി എന്നുള്ള രൂപത്തിൽ എഴുതാം. അതായത് ഇവിടെ പി എന്ന് പറയുന്നത് നമ്മളുടെ റാൻഡം വേരിയബിളിൻ്റെ പവറിൽ വരുന്ന പി മൈനസ് 1 എന്ന് പറയുന്ന ഫോമിൽ വരുന്ന ആളാണ് ഇവിടെ പി വരുന്നത്. ആൻഡ് എം എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് കഴിഞ്ഞിട്ട് വരുന്ന നമ്മളെ റാൻഡം വേരിയബിളിൻ്റെ ഒപ്പം വരുന്ന ആ ഒരു കോഎഫിഷ്യൻ്റാണ് എം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പോകുമ്പം ഇവിടെ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് കൈ സ്ക്വയർ ആണ്. കൈ സ്ക്വയറിൻ്റെ പവറിൽ പി മൈനസ് 1 എന്ന് വന്ന സ്ഥാനത്ത് വന്നിരിക്കുന്നത് എൻ ബൈ 2 മൈനസ് 1 ആണ്. അപ്പോൾ ഇവിടെ പി എന്താണ്? എൻ ബൈ 2 ആണ്. അതേമാതിരി ഇ റേസ് ടു മൈനസ് എം എക്സ് എന്ന് വരേണ്ട സ്ഥാനത്ത് എം എക്സ് എന്ന് വരേണ്ട സ്ഥാനത്ത് എം വന്ന സ്ഥാനത്ത് നമുക്ക് വന്നിരിക്കുന്നത് 1 മൈനസ് 2t ബൈ 2 എന്നാണ് അല്ലേ. കൈ സ്ക്വയർ എന്ന് പറയുന്നത് എക്സിൻ്റെ സ്ഥാനത്ത് വന്ന ആളാണ്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ പറഞ്ഞാൽ ദിസ് ഇസ് എ ഗാമ ഫങ്ഷൻ. ദിസ് ഇൻ്റഗ്രൽ എന്താണ്? ദിസ് ഇസ് എ ഗാമ ഫങ്ഷൻ. ദിസ് ഇസ് എ ഗാമ ഫങ്ഷൻ വിത്ത് എം ഇസ് ഈക്വൽ ടു എമ്മിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് 1 മൈനസ് 2t ഡിവൈഡഡ് ബൈ 2 ആണ്. ആൻഡ് പിയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് n ബൈ 2 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗാമ ഫങ്ഷനാണ് നമുക്കിവിടെ ഇൻ്റഗ്രലായിട്ട് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എം കൈ സ്ക്വയർ ഓഫ് ടീനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? അപ്പോൾ എം കൈ സ്ക്വയർ ഓഫ് ടി ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റുകൾ അതേപോലെ എഴുതുന്നു, ഹാഫ് റേസ് ടു എൻ ബൈ 2 ബൈ ഗാമ എൻ ബൈ 2 അതേപോലെ എഴുതും. ഇനി ഈ ഇൻ്റഗ്രലിനെ ദിസ് ഇസ് എ ഗാമ ഇൻ്റഗ്രൽ, ഗാമ ഫങ്ഷൻ. അപ്പോൾ അതിനെ നമുക്ക് ഗാമ പി ബൈ എം റേസ് ടു പി എന്ന് പറഞ്ഞ ഫോമിൽ എഴുതണം. ഗാമ പി, പിയുടെ സ്ഥാനത്ത് ആരാ വന്നിരിക്കുന്നത്? എൻ ബൈ 2 ഡിവൈഡഡ് ബൈ എം റേസ് ടു പി. ഇറ്റ് ഈസ് എം റേസ് ടു പി 1 മൈനസ് 2t ഡിവൈഡഡ് ബൈ 2 ഹോൾ റേസ് ടു എൻ ബൈ 2 ഈ രൂപത്തിൽ എഴുതും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ഗാമ എൻ ബൈ 2 ഉണ്ട്, ഒരു ഗാമ എൻ ബൈ 2 ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ. പിന്നെ ഇവിടെ ഹാഫ് റേസ് ടു എൻ ബൈ 2 ഉണ്ട്. ഇവിടെയും ഇതിൻ്റെ ഡിനോമിനേറ്ററിലും ഒരു ഹാഫ് അല്ലേ. ഇവിടെ വന്നിരിക്കുന്നത് 1 ബൈ 2 റേസ് ടു എൻ ബൈ 2 ഉണ്ട്. അപ്പോൾ അതും ക്യാൻസലായിട്ട് പോയി അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് ബാക്കി വരുന്നത് നോക്കാം. അപ്പോൾ ബാക്കി ഇവിടെ വരുന്നത് ദിസ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 2t ഹോൾ റേസ് ടു n by 2 ആണ്. or this can be written as 1 minus 2t whole raised to minus n by 2. This is the MGF of a chi-square random variable. ഇനി സെക്കൻഡ് പാർട്ട് നോക്കാം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ എഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് chi-square ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ എഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത് ലെറ്റ് കൈ സ്ക്വയർ എന്ന് എടുക്കാം. 2 കൈ സ്ക്വയർ റാൻഡം വേരിയബിൾസ് ആണ്. ആദ്യത്തേനെ നമുക്ക് chi1 സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ ലെറ്റ് chi1 സ്ക്വയർ ഫോളോസ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1 ഡിഗ്രി ഓഫ് ഫ്രീഡം ആൻഡ് chi2 സ്ക്വയർ ഫോളോസ് a chi-square distribution with n2 degrees of freedom. And if chi1 square and chi2 square are independent, if they are independent, then chi1 square plus chi2 square will follow a chi-square distribution with n1 plus n2 degrees of freedom. ഇതാണ് എഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. എഡിറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നത് chi1 സ്ക്വയർ ആൻഡ് chi2 സ്ക്വയർ ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പം മാത്രമാണ് നമുക്ക് എഡിറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടാവുക.
അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ പ്രൂഫാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയുന്നത് chi1 സ്ക്വയർ ഫോളോസ് എ chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നറിയാം. അങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ MGF നമുക്ക് എഴുതാമല്ലോ. വട്ട് ഈസ് chi1 സ്ക്വയർ ഓഫ് ടി? നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുണ്ട് ഒരു chi-square ഡിസ്ട്രിബ്യൂഷൻ്റെ MGF ഇസ് ഓഫ് ദ ഫോം 1 - 2t ഹോൾ റേസ് ടു n/2 ആണ്. ഹോൾ റേസ് ടു -n/2 ആണ് നമ്മളുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n ആവുമ്പോൾ അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം? n1 ആണ്. സോ chi1 സ്ക്വയർ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 - 2t ഹോൾ റേസ് ടു -n1/2 എന്ന് നമുക്ക് എഴുതാം. അതേമാതിരി chi2 സ്ക്വയർ ഫോളോ ചെയ്യുന്നത് ഒരു chi-square ഡിസ്ട്രിബ്യൂഷനാണ് വിത്ത് n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ദാറ്റ് മീൻസ് chi2 സ്ക്വയർ ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി 1 - 2t ഹോൾ റേസ് ടു -n2/2 ആണ്. ഇപ്പോൾ chi1 സ്ക്വയറിൻ്റെയും chi2 സ്ക്വയറിൻ്റെയും MGF നമുക്കറിയാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് chi1 സ്ക്വയർ പ്ലസ് chi2 സ്ക്വയർ ഓഫ് ടി നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അത് നോക്കിയിട്ട് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പറയാൻ പോവാണ്. വാട്ട് ഈസ് chi1 സ്ക്വയർ പ്ലസ് chi2 സ്ക്വയർ ഓഫ് ടി? ഇപ്പോൾ MGFൻ്റെ പ്രോപ്പർട്ടിയാണ് ഇഫ് x ആൻഡ് y ആർ independent random variables, then mx plus y of t can be written as mx of t into my of t. രണ്ട് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസിൻ്റെ സമ്മിൻ്റെ MGFനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോഡക്റ്റ് ഓഫ് ദെയർ MGFs എന്ന് എഴുതാം. അപ്പോൾ അതേപോലെ നമ്മളിവിടെ എങ്ങനെ എഴുതുന്നു? chi1 സ്ക്വയർ ഓഫ് ടി ഇൻറ്റു chi2 സ്ക്വയർ ഓഫ് ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സിൻസ് എന്തുകൊണ്ടാണ് chi1 സ്ക്വയർ ആൻഡ് chi2 സ്ക്വയർ ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു chi1 സ്ക്വയർ ഓഫ് ടി ഈസ് 1 - 2t ഹോൾ റേസ് ടു -n1/2 ആൻഡ് chi2 സ്ക്വയർ ഓഫ് ടി ഈസ് 1 - 2t റേസ് ടു -n2/2 വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ രണ്ടും 1 - 2tയുടെ പവറുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1 - 2t ഹോൾ റേസ് ടു ഇതിന് രണ്ടിനും കൂടി ആഡ് ചെയ്യാം. അതായത് -n1/2 പ്ലസ് -n2/2 or this can be written as 1 - 2t whole raised to minus of n1 plus n2 divided by 2 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതാണ് നമുക്ക് chi1 സ്ക്വയർ പ്ലസ് chi2 സ്ക്വയറിൻ്റെ MGF ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത് ആക്ച്വലി എന്താണ്? ദിസ് ഇസ് ആൻ MGF ഓഫ് എ chi-square റാൻഡം വേരിയബിൾ വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n1 പ്ലസ് n1 പ്ലസ് n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ള ഒരു chi-square റാൻഡം വേരിയബിളിൻ്റെ MGF ആണ് ആക്ച്വലി ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമുക്കിപ്പോൾ ആരുടെ MGF ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്? chi1 സ്ക്വയർ പ്ലസ് chi2 സ്ക്വയറിൻ്റെ MGF. സോ വി ക്യാൻ സേ chi1 സ്ക്വയർ പ്ലസ് chi2 സ്ക്വയർ വിൽ ഫോളോ എ chi-square ഡിസ്ട്രിബ്യൂഷൻ with n1 plus n2 degrees of freedom.